TLB's ബയോളജി ക്ലാസ്സസിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം. +2 സുവോളജി എവല്യൂഷൻ എന്ന ചാപ്റ്ററിലെ മൂന്നാമത്തെ ഭാഗം വീഡിയോ ആണിത്. ഈ വീഡിയോയിൽ ഡിസ്കസ് ചെയ്യുന്നത് ഇൻഡസ്ട്രിയൽ മെക്കാനിസം, അഡാപ്റ്റീവ് റേഡിയേഷൻ, ബയോളജിക്കൽ എവല്യൂഷൻ എന്നീ ടോപ്പിക്കുകളാണ് ഈ വീഡിയോയിലൂടെ ഡിസ്കസ് ചെയ്യുന്നത്. ആദ്യമായിട്ട് നമുക്ക് ഇൻഡസ്ട്രിയൽ മെക്കാനിസം എന്താണെന്ന് ഡിസ്കസ് ചെയ്യാം. കഴിഞ്ഞ വീഡിയോയിൽ എവിഡൻസസ് ഓഫ് എവല്യൂഷൻ, എവല്യൂഷന്റെ തെളിവുകളെ കുറിച്ച് നമ്മൾ സംസാരിക്കുകയായിരുന്നു. എന്തൊക്കെയാണ് എവല്യൂഷൻ നടന്നു എന്ന് വിശ്വസിക്കാൻ പറ്റുന്ന എവിഡൻസസ്, കുറച്ച് കാര്യങ്ങൾ നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ ഡിസ്കസ് ചെയ്തു. ഇനി കൂടുതൽ തെളിവുകളെ കുറിച്ച് നമുക്ക് മനസ്സിലാക്കാം. ഫോസിൽ തെളിവുകൾ, ബയോകെമിക്കൽ തെളിവുകൾ, അനാട്ടമി, മോർഫോളജി എവിഡൻസസ്, അതൊക്കെ നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ ഡിസ്കസ് ചെയ്തു. ഈ വീഡിയോയിൽ നമുക്ക് ഇൻഡസ്ട്രിയൽ മെക്കാനിസം എങ്ങനെയാണ് എവല്യൂഷന്റെ ഒരു എവിഡൻസ് ആയിട്ട് മാറുന്നത് എന്ന് നമുക്ക് ഡിസ്കസ് ചെയ്യാം. ഇൻഡസ്ട്രിയൽ മെക്കാനിസം എന്ന് പറഞ്ഞാൽ നാച്ചുറൽ സെലക്ഷനെ സപ്പോർട്ട് ചെയ്യുന്ന വളരെ സുപ്രധാനമായിട്ടുള്ള ഒരു ഫിനോമിനനാണ്. Another interesting observation supporting evolution is industrial mechanism. It clearly indicates the process of natural selection. നാച്ചുറൽ സെലക്ഷൻ എന്താണെന്ന് നമ്മൾ ഡിസ്കസ് ചെയ്തത് ഓർക്കുന്നുണ്ടാകും. പ്രകൃതി എപ്പോഴും പ്രകൃതിക്ക് അനുയോജ്യമായ സ്വഭാവ സവിശേഷതകളുള്ള ജീവികളെ സെലക്ട് ചെയ്യും, അല്ലാത്തവയെ ഡിസ്കാർഡ് ചെയ്യും, ഒഴിവാക്കപ്പെടും. ഗ്രാജ്വലി അവ എക്സ്റ്റിങ്ക്റ്റ് ആകപ്പെടുന്നു എന്നുള്ള കാര്യം നമ്മൾ ഡിനോസറുകളുടെയൊക്കെ കാര്യങ്ങൾ ഡിസ്കസ് ചെയ്തപ്പോൾ പറഞ്ഞത് ഓർക്കുന്നുണ്ടാവും. അപ്പൊ പ്രകൃതിക്ക് അനുകൂലമായ സ്വഭാവ സവിശേഷതകളുള്ള രണ്ട് മോത്തുകൾ, മോത്തെന്ന് പറയുന്നത് നിശാശലഭം, രണ്ട് കളറിലുള്ള മോത്തുകൾ. അവയുടെ കളറ്, ഒരു മോത്തിന്റെ കളറ് വൈറ്റ് കളറാണ്, വൈറ്റ് വിങ്ഡ് മോത്താണ്. മറ്റൊരു മോത്ത് ഡാർക്ക് വിങ്ഡ് അല്ലെങ്കിൽ മെലനൈസ്ഡ് മോത്താണ്. മെലാനിൻ എന്ന് പറയുന്ന പിഗ്മെന്റ് കൂടുതലായിട്ട് കാണപ്പെടുന്നത് കൊണ്ട് ആ മോത്തിനെ മെലനൈസ്ഡ് മോത്ത് എന്ന് വിളിക്കുന്നു. അപ്പൊ ഈ ഒരു ഫിനോമിനൻ നമ്മൾ ഇംഗ്ലണ്ടില് ഇൻഡസ്ട്രിയൽ റെവല്യൂഷന് മുമ്പും ഇൻഡസ്ട്രിയൽ റെവല്യൂഷൻ നടക്കുന്ന സമയത്തും അതിനുശേഷവും ഈ മോത്തുകളുടെ എണ്ണത്തിലുണ്ടായ മാറ്റം, അപ്പൊ അതാണ് ഈ ഇൻഡസ്ട്രിയൽ മെക്കാനിസത്തിൽ നമ്മൾ ഡിസ്കസ് ചെയ്യുന്ന പ്രധാനപ്പെട്ട പോയിന്റ് എന്ന് പറയുന്നത്. ഇൻഡസ്ട്രിയൽ റെവല്യൂഷൻ എന്ന് പറയുമ്പോൾ എന്താണ്? വ്യവസായ വിപ്ലവം. വ്യവസായ വിപ്ലവം നടക്കണമെന്നുണ്ടെങ്കിൽ അതിന് എനർജി സോഴ്സ് വേണം, വ്യവസായങ്ങൾ ഉണ്ടാകണമെങ്കിൽ. ഇപ്പൊ നമുക്കറിയാം, പണ്ട് കാലത്ത് ഇലക്ട്രിസിറ്റിയൊക്കെ കണ്ടുപിടിക്കുന്നതിന് മുമ്പ് വ്യവസായങ്ങൾ അല്ലെങ്കിൽ ഫാക്ടറികൾ പ്രവർത്തിച്ചിരുന്നത്, ഇന്ധനത്തിന്റെ പ്രധാനപ്പെട്ട സോഴ്സ് എന്ന് പറയുന്നത് കൽക്കരി, അതുപോലെ അതിനുശേഷമൊക്കെ ആണെങ്കിൽ ഡീസല്, പെട്രോള് തുടങ്ങിയ ഇന്ധനങ്ങളൊക്കെ ആയിരുന്നു. അപ്പൊ ഈ ഇന്ധനങ്ങളൊക്കെ കത്തുമ്പോൾ വൻതോതില് പുകയും മറ്റ് പൊടിപടലങ്ങളും മാലിന്യങ്ങളും ഒക്കെ ഉണ്ടാകുമെന്ന് നമുക്കറിയാവുന്നതാണ്. അപ്പൊ അതിനെക്കുറിച്ചുള്ള ഒരു പഠനമാണ് ഈ ഇൻഡസ്ട്രിയൽ മെക്കാനിസം എന്ന ഫിനോമിനനിലേക്ക് എത്തിച്ചേരുന്നത്. ഇൻ 1850s, that is before industrialization, in England there are two types of moth. രണ്ട് ടൈപ്പ് മോത്ത് ഇംഗ്ലണ്ടിലുണ്ടായിരുന്നു. വൈറ്റ് വിങ്ഡ് മോത്ത്സ് ആൻഡ് ഡാർക്ക് വിങ്ഡ് ഓർ മെലനൈസ്ഡ് മോത്ത്സ്. അപ്പോൾ ഈ മോത്തുകളെ കുറിച്ച് പറയുമ്പോൾ അതിനു മുമ്പ് നമ്മൾ ഒരു കാര്യം ഒന്ന് മനസ്സിലാക്കുക. ലൈക്കൺസ്, ഈ പിക്ചറിൽ നിങ്ങൾ കാണുന്നത് മരങ്ങളുടെ പുറത്തൊക്കെ പറ്റിപ്പിടിച്ചിരിക്കുന്ന ഒരു ആൽഗൽ ഫംഗൽ അസോസിയേഷൻ, അതിനെയാണ് നമ്മൾ ലൈക്കൺസ് എന്ന് വിളിക്കുന്നത്. ലൈക്കൺസ് എന്ന് പറയുന്നത് നല്ല ഒരു പൊല്യൂഷൻ ഇൻഡിക്കേറ്ററാണ്. എന്താണ് പൊല്യൂഷൻ ഇൻഡിക്കേറ്റർ എന്ന് പറഞ്ഞാൽ? നമ്മൾ സിറ്റി ഏരിയയിലൊക്കെ ഉള്ള മരങ്ങളിൽ നമ്മളൊന്ന് ശ്രദ്ധിച്ചാൽ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും, അവിടുത്തെ മരങ്ങളുടെ പുറത്തൊന്നും ഇതുപോലെയുള്ള ലൈക്കൺസ് ഒന്നും കാണത്തില്ല. കാരണം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അവിടെ പൊല്യൂഷൻ കൂടുതലാണ്. ഗ്രാമപ്രദേശങ്ങളിലുള്ള മരങ്ങളിലൊക്കെ നോക്കിക്കഴിഞ്ഞാൽ ഇതുപോലെ ലൈക്കൺസ് ധാരാളം കാണും. അപ്പോൾ ഒരു സ്ഥലത്ത് പൊല്യൂഷൻ ഉണ്ടോ ഇല്ലയോ എന്നുള്ളതിൻ്റെ ഒരു ബെസ്റ്റ് ഇൻഡിക്കേറ്ററാണ് ആ സ്ഥലത്തെ മരങ്ങൾ ഒബ്സർവ് ചെയ്യുക എന്നുള്ളത്.
മരത്തിന്റെ പുറത്ത് ലൈക്കൺസ് ഉണ്ടെങ്കിൽ അവിടെ പൊല്യൂഷൻ ഇല്ലാത്ത ഏരിയ ആണ് നമുക്ക് ഉറപ്പിക്കാം. അപ്പൊ ഈ ഇൻഡസ്ട്രിയൽ മെലാനിസവും ഈ ലൈക്കൺസുമായിട്ടുള്ള ബന്ധം എന്ന് പറയുന്നത്, ഈ ലൈക്കൺസിന്റെ പുറത്ത്, ലൈക്കൺസ് ധാരാളമുള്ള മരങ്ങളുടെ പുറത്ത് ഈ മോത്തുകൾ വന്നിരിക്കുമ്പോൾ ഉണ്ടാകാവുന്ന വ്യത്യാസം, അതായത് അവ എങ്ങനെ മറ്റുള്ള അതിനെ ആക്രമിക്കുന്ന ജീവികൾ അവയെ തിരിച്ചറിയുന്നു എന്നുള്ളതാണ്. ഈ വൈറ്റ് വിങ്ഡ് മോത്ത് ഈ ലൈക്കൺസിന്റെ പുറത്ത് വന്നിരിക്കുമ്പോൾ അതിന്റെ പ്രിഡേറ്റേഴ്സ് എന്ന് പറഞ്ഞാൽ എന്താണ്? ഈ ജീവിയെ ഭക്ഷണമാക്കുന്ന മറ്റ് ജീവികൾക്ക് ഇതിനെ എളുപ്പത്തിൽ സ്പോട്ട് ചെയ്യാൻ പറ്റില്ല. The white winged moths rest on the tree trunk containing grey lichens. Grey lichens ഉള്ള ഈ ലൈക്കൺസിന്റെ പുറത്ത് ഈ വൈറ്റ് വിങ്ഡ് മോത്ത് എന്ത് ചെയ്യും? വന്നിരിക്കുമ്പോൾ അതിനെ ഈസിലി മറ്റ് ജീവികൾക്ക് സ്പോട്ട് ചെയ്യാൻ പറ്റില്ല. The color of the lichen and the color of the moth were similar, and the color of the moth easily blended with the dull background of the tree trunk. ഈ മോത്തുകള് ഇതിന്റെ പുറത്ത് വന്നിരിക്കുമ്പോൾ സ്വാഭാവികമായിട്ടും ഇതിന്റെ കളറും ഇതിന്റെ വിങ്സിന്റെ കളറും അതുപോലെ ലൈക്കൺസിന്റെ കളറും ഏകദേശം ഒരുപോലെയാണ്. അതുകൊണ്ട് ഈ മോത്തിനെ ഭക്ഷണമാക്കുന്ന അതിന്റെ പ്രിഡേറ്റേഴ്സ് ഇതിനെ എളുപ്പം അതിനെ ഐഡന്റിഫൈ ചെയ്യാൻ പറ്റില്ല. അതുകൊണ്ട് എന്ത് സംഭവിക്കും? ഇതിന്റെ എണ്ണം കൂടും. The color of the lichen and the color of the moths were similar, and the color of the moth easily blended with the dull background of tree trunk. ഇപ്പൊ ട്രീ ട്രങ്കിന്റെ ഡൾ ബാക്ക്ഗ്രൗണ്ടുമായിട്ട് പെട്ടെന്ന് ബ്ലെൻഡ് ചെയ്യാൻ പറ്റുന്ന, ഇഴുകിച്ചേരാൻ പറ്റുന്ന ടൈപ്പ് കളറാണ് ഈ മോത്തിനുണ്ടായിരുന്നത്. സോ ദ എസ്കേപ്ഡ് ഫ്രം ദ എനിമീസ് ഫ്രം പ്രിഡേഷൻ. അതിന്റെ ശത്രുക്കളിൽ നിന്നും അത് ഈസിലി എസ്കേപ്പ് ചെയ്യാൻ ആ ഒരു അറ്റ്മോസ്ഫിയർ ഈ മോത്തിനെ സഹായിച്ചു. While the black colored ones were easily spotted and eaten by enemies. അപ്പൊ ഈ ഒരു ബാക്ക്ഗ്രൗണ്ടില് ബ്ലാക്ക് കളറിലുള്ള ഒരു മോത്ത് വന്നിരിക്കുന്നു എന്ന് വിചാരിച്ചു നോക്കിക്കേ. അപ്പൊ ആ മോത്തുകളെ എന്ത് ചെയ്യും? പ്രിഡേറ്റേഴ്സിന് ഈസിലി ഐഡന്റിഫൈ ചെയ്യാൻ പറ്റും. വൈറ്റ് കളർ ബാക്ക്ഗ്രൗണ്ടില് ബ്ലാക്ക് കളറിലുള്ള മോത്ത് വന്നിരിക്കുന്നു, അതിന്റെ പ്രിഡേറ്റേഴ്സിന് അതിനെ എളുപ്പത്തിൽ അതിനെ കണ്ടെത്താൻ സാധിക്കും. അപ്പൊ അതുകൊണ്ട് എന്താ സംഭവിക്കുക? They were easily eaten by the predators. Predators അതിനെ വളരെ പെട്ടെന്ന് അത് തിന്നും. In 1920, with the advent of industrial revolution, large scale burning of coal became common, and the soot and the smoke produced from the factories got deposited on the tree trunk and made them black. എന്ത് സംഭവിച്ചു? 1920 ഒക്കെ ആയപ്പോൾ ഇൻഡസ്ട്രിയൽ റവല്യൂഷൻ നടന്നു, വ്യവസായ വിപ്ലവം ഉണ്ടായി, ഒരുപാട് ഫാക്ടറികൾ ഉണ്ടായി. ഈ ഫാക്ടറികൾ കൽക്കരിയും ഡീസലും തുടങ്ങിയ ഇന്ധനങ്ങളൊക്കെ ധാരാളമായിട്ട് കത്തിച്ചപ്പോൾ എന്ത് സംഭവിച്ചു? ധാരാളം പൊടിപടലങ്ങളും പുകയുമൊക്കെ അന്തരീക്ഷത്തിൽ നിറഞ്ഞു. ആ നിറഞ്ഞപ്പോൾ അതെല്ലാം എന്ത് സംഭവിച്ചു? അതിന് ചുറ്റുപാടുമുള്ള മരങ്ങളിലും മറ്റുമൊക്കെ ഡെപ്പോസിറ്റ് ചെയ്തു. അപ്പൊ അവിടെ ലൈക്കൺസിന്റെ ഗ്രോത്ത് ഇല്ലാതെയായി. As a result, the white-winged moths become more visible. അപ്പൊ ഈ ഒരു സിറ്റുവേഷനിൽ ഇങ്ങനെ ഒരു ഡാർക്ക് ഡൾ ബാക്ക്ഗ്രൗണ്ട് ഇരിക്കുന്നിടത്തേക്ക് വൈറ്റ് വിങ്ഡ് മോത്ത്സ് വന്നാലുള്ള സാഹചര്യം ആലോചിച്ച് നോക്കിയേ. വൈറ്റ് വിങ്ഡ് മോത്ത്സ് ഇവിടെ വന്നിരിക്കുമ്പോൾ അതിനെ ഈസിലി ഐഡന്റിഫൈ ചെയ്യാൻ പറ്റും. ഡാർക്ക് ബാക്ക്ഗ്രൗണ്ടിൽ വൈറ്റ് വിങ്ഡ് മോത്ത്സ് വന്നിരിക്കുന്നു, ഈസിലി അതിന്റെ പ്രൊഡക്റ്റേഴ്സിന് അതിനെ തിരിച്ചറിയാൻ സാധിക്കും. എന്നാൽ ബ്ലാക്ക് വിങ്ഡ് മോത്ത്സ് ആണ് ഈ അറ്റ്മോസ്ഫിയറിൽ വന്നിരിക്കുന്നതെങ്കിലോ അവയെ പെട്ടെന്ന് ഈ ഒരു ബാക്ക്ഗ്രൗണ്ടിൽ തിരിച്ചറിയാൻ സാധിക്കില്ല. Thus the number of grey moths decreased considerably. ഈ ഒരു സിറ്റുവേഷൻ വന്നപ്പോൾ ആരുടെ എണ്ണം കൂടി? ഈ ഗ്രേ മോത്ത്സിന്റെ എണ്ണം കൂടി. ആരുടെ എണ്ണം കുറഞ്ഞു? ഈ വൈറ്റ് മോത്തിന്റെ എണ്ണം കുറഞ്ഞു. അപ്പൊ നേരത്തെ വൈറ്റ് മോത്ത്സിന്റെ എണ്ണം ഇൻഡസ്ട്രിയൽ റവല്യൂഷന് മുമ്പ് കൂടുതലായിരുന്നു. ഇൻഡസ്ട്രിയൽ റവല്യൂഷന്റെ സമയത്ത് ആരുടെ എണ്ണം കൂടി? ഡാർക്ക് മോത്തിന്റെ എണ്ണം കൂടി. കാരണം നാച്ചുർ അതിന്റെ സിറ്റുവേഷൻസ് മാറി. അപ്പൊ നാച്ചുർ ആരെ സെലക്ട് ചെയ്തു? അപ്പോഴത്തെ സാഹചര്യത്തില് ഏതാണോ സ്വഭാവ സവിശേഷതകളിൽ അനുഗുണമായിട്ടുള്ളത് ആ ക്യാരക്ടറുള്ള മോത്തിനെ സെലക്ട് ചെയ്തു. അപ്പൊ ഈ ഒരു സിറ്റുവേഷൻ വന്നപ്പോൾ ആരാണ് അനുകൂലമായ ക്യാരക്ടർ ഉണ്ടായിരുന്നത്? ഈ ഒരു ഡാർക്ക് വിങ്ഡ് മോത്തിനാണ് അനുകൂലമായ ക്യാരക്ടർ ഉണ്ടായിരുന്നത്. വൈറ്റ് വിങ്ഡ് മോത്തിന് നേരത്തെ അത്
അനുകൂലമായിട്ടുള്ള ക്യാരക്ടർ ആയിരുന്നത് സിറ്റുവേഷൻ മാറിയപ്പോൾ അത് പ്രതികൂലമായിട്ട് മാറി. Thus the number of grey moths decreased considerably. അപ്പൊ ഇത് എന്താണ്? പ്രകൃതിയുടെ ഒരു സെലക്ഷനാണ്, നാച്ചറിന്റെ ഒരു സെലക്ഷനാണ്. നാച്ചർ ഓരോ സമയത്തും ആ സാഹചര്യത്തിൽ ജീവിക്കാൻ അനുകൂലമായ സ്വഭാവ സവിശേഷതകളുള്ള ജീവികളെ സെലക്ട് ചെയ്യുന്നു, അല്ലാത്തവയെ ഡിസ്കാർഡ് ചെയ്യുന്നു. This understanding is supported by the fact that in areas where industrialization did not occur, example in rural areas, the count of melanic moths was low. റൂറൽ ഏരിയാസിലെ ഗ്രാമപ്രദേശങ്ങളിൽ മെലാനിക് മോത്ത്, ഡാർക്ക് വിങ്ഡ് മോത്തിന്റെ എണ്ണം കുറവായിരുന്നു. ആരുടെ എണ്ണമായിരുന്നു കൂടുതലായിട്ടുണ്ടായിരുന്നത്? ഈ വൈറ്റ് വിങ്ഡ് മോത്സിന്റെ എണ്ണമായിരുന്നു ഗ്രാമപ്രദേശങ്ങളിൽ കൂടുതലായിട്ടും ഉണ്ടായിരുന്നത്. എന്നാൽ സിറ്റി ഏരിയ വരുമ്പോൾ, ധാരാളം ഫാക്ടറികളുള്ള ഏരിയ വരുമ്പോൾ ആരുടെ എണ്ണം കൂടുതലായിരുന്നു? ഡാർക്ക് വിങ്ഡ് മോത്തിന്റെ എണ്ണം കൂടുതലായിരുന്നു. This showed that in a mixed population, those that can better adapt survive and increase in population size. അപ്പൊ അങ്ങനെ ഒരു മിക്സഡ് പോപ്പുലേഷനിൽ ഏതാണോ ആ ഒരു സിറ്റുവേഷനിൽ അഡാപ്റ്റ് ചെയ്യാൻ പറ്റുന്ന ക്യാരക്ടർ, ആ ക്യാരക്ടറുള്ള ജീവികൾ സർവൈവ് ചെയ്യും, അതിൻ്റെ പോപ്പുലേഷന്റെ എണ്ണം കൂടും. അപ്പൊ ഇത് എന്തിന് എക്സാമ്പിൾ ആണ്? ഇതാണ് ഇൻഡസ്ട്രിയൽ മെലാനിസം എന്ന് പറയുന്ന ഫിനോമിനൻ. ഇപ്പൊ നാച്ചുറൽ സെലക്ഷന് ബെസ്റ്റ് എക്സാമ്പിൾ ആയിട്ട് നമുക്ക് പറയാൻ പറ്റുന്ന ഒരു ഫിനോമിനനാണ് ഇൻഡസ്ട്രിയൽ മെലാനിസം. അടുത്ത് നമുക്ക് അടുത്തൊരു എവിഡൻസിനെ കുറിച്ച് ഡിസ്കസ് ചെയ്യാം. ദാറ്റ് ഈസ് എവല്യൂഷൻ ബൈ ആന്ത്രപ്പോജനിക് ആക്ഷൻ. അപ്പോൾ എവല്യൂഷൻ പല കാരണങ്ങൾ കൊണ്ട് ഉണ്ടാകുന്നുണ്ട് എന്ന് നമ്മൾ മനസ്സിലാക്കി. അപ്പൊ അതില് മറ്റൊരു എവിഡൻസ് ആണ് മനുഷ്യന്റെ ഇടപെടൽ കൊണ്ട് എവല്യൂഷൻ ഉണ്ടാകുന്നുണ്ട്. അതിനെയാണ് ആന്ത്രപ്പോജനിക് ആക്ഷൻ എന്ന് വിളിക്കുന്നത്. എവല്യൂഷൻ ഡ്യൂ ടു ദ ആക്ഷൻ ഓഫ് ഹ്യൂമൻ ബീയിങ്സ് ഈസ് കാൾഡ് എവല്യൂഷൻ ബൈ ആന്ത്രപ്പോജനിക് ആക്ഷൻ. മനുഷ്യന്റെ ഇടപെടൽ കൊണ്ട് ഉണ്ടാകുന്ന, ജീവികൾക്കുണ്ടാകുന്ന മാറ്റം, അതിനെയാണ് എവല്യൂഷൻ ബൈ ആന്ത്രപ്പോജനിക് ആക്ഷൻ എന്ന് വിളിക്കുന്നത്. എവല്യൂഷൻ due to the action of human beings is called evolution by anthropogenic action. എക്സാമ്പിൾ നോക്കാം. ഇത് നമ്മൾ കാണുന്ന കാഴ്ചകളാണ് അല്ലേ? നമ്മുടെ പറമ്പിലും മറ്റുമൊക്കെ കളകളും അല്ലെങ്കിൽ പാടത്തിലും മറ്റുമൊക്കെ കളകളെ നശിപ്പിക്കാൻ വേണ്ടി ധാരാളം നമ്മൾ ഇൻസെക്ടിസൈഡ്സുകൾ നമ്മൾ സ്പ്രേ ചെയ്യാറുണ്ട്. ഒരുപാട് കളനാശിനികളെ നമ്മൾ സ്പ്രേ ചെയ്യാറുണ്ട്. അപ്പൊ ഇത്തരം കളനാശിനികൾ സ്പ്രേ ചെയ്യുന്നത് വഴി ആ കളകൾ നശിക്കുന്നതിനോടൊപ്പം തന്നെ ഈ കളകൾക്ക് അതിനുള്ള പ്രതിരോധ ശേഷി നേടുന്ന തരത്തിലേക്ക് രൂപമാറ്റം സംഭവിക്കാറുമുണ്ട്. The excess use of herbicide, pesticides, etc. has resulted in selection of resistant varieties in much lesser time scale. ഒരുപാട് നീണ്ട കാലയളവൊന്നും വേണ്ട, വളരെ ചുരുങ്ങിയ കാലയളവിനുള്ളിൽ തന്നെ ഇത്തരം ഓർഗാനിസംസ് ഭൂമിയിൽ ഉണ്ടാകുന്നുണ്ട്. മറ്റൊരു എക്സാമ്പിൾ കൊണ്ടുകൂടി അതിനെ നമുക്ക് വിശദീകരിക്കാം. അതായത് റെസിസ്റ്റൻസ് ഓഫ് ആന്റിബയോട്ടിക്സ് ആൻഡ് ഡ്രഗ്സ് ബൈ മൈക്രോബ്സ് ഓർ സെൽസ് അപ്പിയറിംഗ് ഇൻ എ ടൈം സ്കെയിൽ ഓഫ് മന്ത്സ് ഓർ ഇയേഴ്സ്. ഒരു പ്രാവശ്യം നമുക്കൊരു ബാക്ടീരിയൽ ഇൻഫെക്ഷൻ വന്നു കഴിഞ്ഞാൽ നമ്മൾ ആ ബാക്ടീരിയൽ ഇൻഫെക്ഷനെ റെസിസ്റ്റ് ചെയ്യാനായിട്ട് ഡോക്ടേഴ്സ് നമുക്ക് മരുന്ന് തരുന്നു. ആ മരുന്നുകളാണ് പൊതുവെ ആന്റിബയോട്ടിക്സുകൾ എന്ന പേരിൽ അറിയപ്പെടുന്നത്. ഈ ആന്റിബയോട്ടിക്സുകൾ കഴിക്കുമ്പോൾ ഈ ആന്റിബയോട്ടിക്സുകൾക്ക് എതിരെ അതിനെ സർവൈവ് ചെയ്യാൻ പറ്റുന്ന ബാക്ടീരിയകളും ചിലപ്പോൾ ആ കൂട്ടത്തിൽ ഉണ്ടാകാം. അല്ലെങ്കിൽ ഈ ബാക്ടീരിയകൾ ആ ആന്റിബയോട്ടിക്കിനെ സർവൈവ് ചെയ്യാനുള്ള കപ്പാസിറ്റി ചിലപ്പോൾ നേടിയെടുക്കാം. അപ്പൊ അതിനെയാണ് റെസിസ്റ്റൻസ് ഓഫ് ആന്റിബയോട്ടിക്സ് ആൻഡ് ഡ്രഗ്സ് ബൈ മൈക്രോബ്സ് എന്ന് പറയുന്നത്. അപ്പൊ ആ ഒരു മാറ്റം എന്ന് പറയുന്നതും ഒരു പുതിയ ഓർഗാനിസത്തിന്റെ ഡെവലപ്മെന്റ് ആണ്. ആന്റിബയോട്ടിക് റെസിസ്റ്റൻസ് ഉള്ള ബാക്ടീരിയ എന്ന് പറയുന്നത് റെസിസ്റ്റൻസ് ഇല്ലാത്ത ബാക്ടീരിയയിൽ നിന്നും ഉണ്ടായ ഒരു എവല്യൂഷനാണ്, ഒരു പരിണാമമാണ്. അപ്പൊ അതും മനുഷ്യന്റെ ഇടപെടൽ കൊണ്ടുണ്ടാകുന്ന എവല്യൂഷന് എക്സാമ്പിൾ ആയിട്ട് നമുക്ക് പറയാൻ പറ്റുന്നതാണ്. അപ്പൊ ഈ ഒരു മാറ്റം അതും നേരത്തെ സൂചിപ്പിച്ചതുപോലെ വളരെ വർഷങ്ങൾ എടുക്കുന്ന ഒരു മാറ്റമല്ല.
ഇൻ സ്കെയിൽ ഓഫ് മന്ത്സ് ഓർ ഇയേഴ്സ്. ചിലപ്പോൾ മാസങ്ങൾ കൊണ്ട് തന്നെ സംഭവിക്കാവുന്ന മാറ്റമാണ്, വർഷങ്ങളും എടുത്തേക്കാം. എന്നായാലും മനുഷ്യന്റെ ഇടപെടൽ കൊണ്ട് ഉണ്ടാകാവുന്ന എവല്യൂഷൻ, അതിനൊരു എക്സാമ്പിളായിട്ട് നമുക്ക് ഇതും പറയാൻ സാധിക്കും. റെസിസ്റ്റൻസ് ഓഫ് ആന്റിബയോട്ടിക്സ് ആൻഡ് ഡ്രഗ്സ് ബൈ മൈക്രോബ്സ് ഓർ സെൽ അപ്പിയറിംഗ് ഇൻ എ ടൈം സ്കെയിൽ ഓഫ് മന്ത് ഓർ ഇയേഴ്സ്. അതുപോലെ നേരത്തെ നമ്മൾ സൂചിപ്പിച്ച എവല്യൂഷൻ ഹെർബിസൈഡ്സും പെസ്റ്റിസൈഡ്സും യൂസ് ചെയ്യുന്നത് വഴി ഉണ്ടാകാവുന്ന, അതിനെ റെസിസ്റ്റ് ചെയ്യാൻ കഴിയുന്ന പ്ലാന്റ്സിന്റെയും മറ്റ് ഓർഗാനിസത്തിന്റെയും ഒക്കെ ഡെവലപ്മെന്റ്. നേരത്തെയൊക്കെ നമുക്കറിയാം DDT എന്ന് പറയുന്ന ഒരു പെസ്റ്റിസൈഡ് ഉറുമ്പുകൾ കൊല്ലാൻ വേണ്ടി ഫലപ്രദമായിട്ട് ഉപയോഗിച്ചിരുന്നതാണ്. പക്ഷെ ഇപ്പോൾ പല ഉറുമ്പുകളും അതിനെ അതിജീവിക്കാനുള്ള കപ്പാസിറ്റി ഇപ്പോൾ നേടിക്കഴിഞ്ഞിട്ടുണ്ട്, റെസിസ്റ്റൻസ് ഉണ്ടായിട്ടുണ്ട്. DDTയെ റെസിസ്റ്റ് ചെയ്യാനുള്ള കപ്പാസിറ്റി ഇൻസെക്റ്റുകൾ പലതും നേടിയിട്ടുണ്ട്. അപ്പൊ ഇതൊക്കെ എന്തിന് എക്സാമ്പിൾ ആണ്? എവല്യൂഷൻ ബൈ ആന്ത്രപ്പോജനിക് ആക്ഷൻ എക്സാമ്പിൾ ആണ്. മൈക്രോബ്സിന്റെ അതുപോലെ തന്നെ റെസിസ്റ്റൻസും എവല്യൂഷൻ ബൈ ആന്ത്രപ്പോജനിക് ആക്ഷന് എക്സാമ്പിൾ ആണ്. ഇനി നമുക്ക് അടുത്ത ഒരു ഫിനോമിനിലേക്ക് പോകാം, ദാറ്റ് ഈസ് അഡാപ്റ്റീവ് റേഡിയേഷൻ. എവല്യൂഷന്റെ മറ്റൊരു എവിഡൻസ് ആണ്, അല്ലെങ്കിൽ അതിന്റെ മറ്റൊരു ഫിനോമിനൻ ആണ് അഡാപ്റ്റീവ് റേഡിയേഷൻ എന്ന് പറയുന്ന ഫിനോമിനൻ. എന്താണ് അഡാപ്റ്റീവ് റേഡിയേഷൻ? The process of evolution of different species in a given geographical area, starting from a point and literally radiating to other areas of geography or habitats, is called adaptive radiation. The process of evolution of different species, പുതിയ സ്പീഷീസുകൾ ഉണ്ടാവുക in a given geographical area, ഒരു പ്രത്യേക സ്ഥലത്ത്, സ്റ്റാർട്ടിങ് ഫ്രം എ പോയിന്റ്, ഒരു കോമൺ ആയിട്ടുള്ള ഒരു ആൻസിസ്റ്ററിൽ നിന്നും റേഡിയേറ്റിംഗ് ടു അതർ ഏരിയാസ് ഓഫ് ജിയോഗ്രഫി, അപ്പോൾ ഒരു ഹാബിറ്റാറ്റിൽ നിന്നും മറ്റ് ഹാബിറ്റാറ്റുകളിലേക്ക് പുതിയ സ്പീഷീസുകൾ ഉണ്ടാകുന്ന പ്രോസസ്, ഫിനോമിനൻ. അതിനെ വിളിക്കുന്ന പേരാണ് അഡാപ്റ്റീവ് റേഡിയേഷൻ. ഇപ്പൊ എന്താണെന്നുള്ളത് നമുക്കൊരു എക്സാമ്പിളിലൂടെ നമുക്ക് മനസ്സിലാക്കാം. അപ്പോൾ ഇതിൽ ആദ്യം നമ്മൾ ഈ അഡാപ്റ്റീവ് റേഡിയേഷനെ കുറിച്ച് പറയുമ്പോൾ ഈ ഒരു ദ്വീപിനെ കുറിച്ചൊന്ന് ഓർക്കുക. അതായത് ഗാലപ്പഗോസ് ഐലൻഡ്സ്, ഗാലപ്പഗോസ് ദ്വീപ സമൂഹം. ഇത് നമ്മുടെ ചാൾസ് ഡാർവിൻ വിസിറ്റ് ചെയ്ത ദ്വീപാണ്. ആയിരക്കണക്കിന് ദ്വീപുകളുള്ള പസഫിക് ഐലൻഡിലെ ഒരു ദ്വീപ സമൂഹമാണ് ഗാലപ്പഗോസ് ഐലൻഡ്. ഈ ഗാലപ്പഗോസ് ഐലൻഡിൽ നടത്തിയ ഗവേഷണമാണ് അദ്ദേഹത്തിന് നാച്ചുറൽ സെലക്ഷൻ എന്ന തിയറിയിലേക്ക് കൊണ്ടെത്തിച്ചത്. ചാൾസ് ഡാർവിൻ യാത്ര ചെയ്ത കപ്പലിനെ കുറിച്ച് നിങ്ങൾ ഓർമ്മിക്കുന്നുണ്ടാകും, പേര് HMS ബീഗിൾ എന്ന് പറയുന്ന ഒരു കപ്പൽ. ആ കപ്പലിലായിരുന്നു അദ്ദേഹം യാത്ര ചെയ്തത്. ഈ ഒരു ദ്വീപില് അദ്ദേഹം കണ്ടെത്തിയ പക്ഷികൾ, ആ പക്ഷികളെ പിൽക്കാലത്ത് ഡാർവിൻസ് ഫിഞ്ചസ് എന്ന പേരിലാണ് അറിയപ്പെട്ടത്. അപ്പൊ അദ്ദേഹം ഈ കണ്ടെത്തിയ പക്ഷികളുടെ ബീക്കിന്റെ സ്വഭാവം, ചുണ്ടുകളുടെ സവിശേഷത, അതാണ് ശരിക്കും അദ്ദേഹത്തെ നാച്ചുറൽ സെലക്ഷൻ തിയറിയിലേക്ക് കൊണ്ടെത്തിച്ചത്. In Galapagos Islands, Darwin observed an amazing diversity of small black birds called Darwin's finches. അപ്പോൾ വളരെ വൈവിധ്യമാർന്ന ഷേപ്പുകളുള്ള ബീക്കുകളോട് കൂടിയ പക്ഷികൾ. ആ പക്ഷികളാണ് അദ്ദേഹത്തിന് ശരിക്കും നാച്ചുറൽ സെലക്ഷൻ തിയറിയിലേക്ക് കൊണ്ടെത്തിച്ചത്. ഈ പക്ഷികളുടെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഏറ്റവും കൂടുതൽ അതിന്റെ സവിശേഷത അവയുടെ ബീക്കുകളുടെ പ്രത്യേകതയാണ്, ചുണ്ടുകളുടെ പ്രത്യേകതയാണ്. പല പക്ഷികളുടെയും ബീക്കിന്റെ സൈസും ഷേപ്പും വ്യത്യസ്തമായിരുന്നു. നേരത്തെ സൂചിപ്പിച്ചു, ഗാലപ്പഗോസ് ഐലൻഡ് എന്ന് പറയുന്നത് വളരെ ആയിരക്കണക്കിന് ദ്വീപുകളുള്ള ഒരു ഐലൻഡാണ്, ദ്വീപ സമൂഹമാണ്. ഈ ഓരോ ഐലൻഡിലെയും ഫുഡിന്റെ സോഴ്സ് വ്യത്യസ്തമാണ്. ചില ഐലൻഡിൽ ധാരാളമായിട്ട് പഴങ്ങൾ ഉണ്ടാകുന്ന ചെടികളുള്ള ഐലൻഡ് ആയിരുന്നുവെങ്കിൽ ചിലതിൽ വ്യത്യസ്തമായിട്ട് ധാരാളം തേനുള്ള പൂക്കൾ ഉണ്ടാകുന്ന ഐലൻഡ് ആയിരുന്നു. ചിലതിലാണെങ്കിൽ ധാരാളം കട്ടിയുള്ള സീഡുകൾ ഉണ്ടാകുന്ന ഐലൻഡ് ആയിരുന്നു. ചിലതിലാണെങ്കിൽ ധാരാളം ചെറിയ കുഞ്ഞു ചെടികൾ ഉണ്ടാകുന്ന ഐലൻഡ് ആയിരുന്നു. അപ്പൊ ഈ ഓരോ ഐലൻഡിലെയും ഫുഡിന്റെ സോഴ്സിന്റെ വ്യത്യാസം അനുസരിച്ച് അവിടെ ജീവിച്ചിരുന്ന ആ ബേർഡ്സിൽ, ഡാർവിൻസ് ഫിഞ്ചസിന്റെ ബീക്കുകളുടെ ഷേപ്പും വ്യത്യാസമായിട്ട് മാറി.
All varieties evolved on the island itself. ആ ഐലൻഡിൽ കണ്ട ഈ പക്ഷികളെല്ലാം ആ ഐലൻഡിൽ നിന്ന് തന്നെ ഉണ്ടായതാണ്. From the original seed-eating features, many other forms with altered beak arrows. അപ്പൊ ഈ ഐലൻഡിൽ കാണാൻ സാധിച്ച ഈ ഡാർവിൻസ് ഫിഞ്ചസ് പക്ഷികൾ എല്ലാം ഇവോൾവ് ചെയ്തത് ഒരു കോമൺ ആയിട്ടുള്ള ഒരു ബേർഡ് ജനറേഷനിൽ നിന്നാണ് എന്നുള്ളതും, ഫ്രം ദ ഒറിജിനൽ സീഡ് ഈറ്റിംഗ് ഫീച്ചേഴ്സ്, അവയ്ക്ക് ശരിക്കും സീഡ് കഴിക്കുന്ന ഫീച്ചേഴ്സ് ഉള്ള ബീക്കുകളായിരുന്നു ഉണ്ടായിരുന്നത്. മെനി അതർ ഫോംസ് വിത്ത് ആൾട്ടേർഡ് ബീക്ക് എറോസ്, അപ്പൊ അതിൽ നിന്നും വ്യത്യസ്തമായ ബീക്കുകൾ എറോസ് ചെയ്തു. എനേബിളിംഗ് ദം ടു ബിക്കം ഇൻസെക്ടിവോറസ്, ഇൻസെക്റ്റുകളെ തിന്നാൻ കഴിയുന്ന ബീക്കുകളായിരുന്നു ചിലത്. വെജിറ്റേറിയൻ ഫിഞ്ചസ്, ഫ്രൂട്ട്സും അതുപോലെ മറ്റ് ഇലകളും മറ്റുമൊക്കെ കഴിക്കാൻ പറ്റുന്ന ടൈപ്പുള്ള മറ്റ് ഫിഞ്ചസും ഡെവലപ്പ് ചെയ്തു എന്നുള്ളതാണ്. അപ്പോൾ എല്ലാ വെറൈറ്റിക്കും കോമൺ ആയിട്ട് ഒരു ആൻസിസ്റ്റർ ഉണ്ടായിരുന്നു എന്നുള്ളതും, ആ ആൻസിസ്റ്ററിന് രൂപമാറ്റം സംഭവിച്ചാണ് വ്യത്യസ്ത ഷേപ്പുകളുള്ള ബീക്കുകളുള്ള ഫിഞ്ചസ് ഉണ്ടായി എന്നുള്ളതാണ് ഡാർവിൻ ഇതിൽ നിന്നും എത്തിയ ഒരു കൺക്ലൂഷൻ എന്ന് പറയുന്നത്. അപ്പോൾ അഡാപ്റ്റീവ് റേഡിയേഷൻ എന്ന് പറയുമ്പോൾ ആ ഒരു ഫീച്ചർ നമ്മൾ മനസ്സിൽ ഓർമ്മിക്കുക. ഒരു കോമൺ ആൻസിസ്റ്റർ ഉണ്ടാകുന്നു, ആ ഒരു കോമൺ ആൻസിസ്റ്ററിൽ നിന്നും ഡിഫറൻറ്റ് ഹാബിറ്റാറ്റിൽ ജീവിക്കാൻ വേണ്ടി ഡിഫറൻറ്റ് ഷേപ്പ് ക്യാരക്ടേഴ്സ് ഉള്ള ജീവികൾ ഉണ്ടായി എന്നുള്ളതാണ് അഡാപ്റ്റീവ് റേഡിയേഷൻ പറയുന്നത്. ഇനി അഡാപ്റ്റീവ് റേഡിയേഷന്റെ മറ്റൊരു എക്സാമ്പിളാണ് ഓസ്ട്രേലിയൻ മാർസൂപ്പിയൽസ്. അപ്പൊ മാർസൂപ്പിയൽസ് എന്ന് പറഞ്ഞാൽ എന്താണ്? സഞ്ചി മൃഗങ്ങൾ. കങ്കാരു നമുക്കറിയാം. കങ്കാരു അവയുടെ കുഞ്ഞിനെ അതിൻ്റെ ഉദരത്തിൽ കാത്തു സൂക്ഷിക്കുന്ന ഒരു സ്വഭാവമുള്ളതാണ്. കുറെ പാരന്റൽ കെയർ കൊടുത്തതിന് ശേഷം, കുറെ വളർന്നതിന് ശേഷം മാത്രമാണ് ആ സഞ്ചിയിൽ നിന്നും കങ്കാരുവിൻ്റെ കുഞ്ഞ് പുറത്തേക്ക് സ്വതന്ത്രമായിട്ട് നടക്കാൻ ആരംഭിക്കുന്നത്. അപ്പൊ ഈ രീതിയിലുള്ള അനിമൽസിനെയാണ് മാർസൂപ്പിയൽസ് എന്ന പേരിൽ വിളിക്കുന്നത്. ഈ മാർസൂപ്പിയൽസ് നമ്മൾ ഈ കാണുന്ന കങ്കാരു മാത്രമല്ല, മറ്റു മാർസൂപ്പിയൽസും ഉണ്ട്. ഈ പിക്ചറിൽ കാണുന്ന കുറേ മാർസൂപ്പിയൽ അനിമൽസ് ആണ്. ടാസ്മേനിയൻ വൂൾഫ്, ടൈഗർ ക്യാറ്റ്, ബാൻഡഡ് ആന്റീറ്റർ, മാർസൂപ്പിയൽ റാറ്റ്, കങ്കാരു, വുംബാറ്റ്, ബാൻഡിക്കൂട്ട്, കൊവാല, മാർസൂപ്പിയൽ മോർ, ഷുഗർ ഗ്ലൈഡർ. ഈ കാണുന്ന അനിമൽസ് എല്ലാ അനിമൽസിനും എന്ത് ഡെവലപ്പ് ചെയ്യുന്ന അനിമൽസ് ആണ്? മാർസൂപ്പിയൻ ഡെവലപ്പ് ചെയ്യുന്ന അനിമൽസ് ആണ്. ഇവയെല്ലാം ഇവയുടെ യങ്ങോൺസിനെ സഞ്ചിക്കകത്ത് ഇട്ട് വളർത്തുന്ന അനിമൽസ് ആണ്. അപ്പൊ ഇതിൽ നിന്നും എന്താ മനസ്സിലാക്കാൻ സാധിക്കുന്നത്? ഇവ ഓസ്ട്രേലിയൻ കോണ്ടിനെന്റിലാണ് പല സ്ഥലങ്ങളിലായിട്ട് കാണുന്ന അനിമൽസ് ആണ്. എല്ലാ അനിമൽസിനും ഒരു കോമൺ ക്യാരക്ടർ ഉണ്ട്. എന്താണ് ആ കോമൺ ക്യാരക്ടർ? ദാറ്റ് ഈസ് മാർസൂപ്പിയൻ, ഡെവലപ്മെന്റ് ഓഫ് മാർസൂപ്പിയൻ. ഈ അനിമൽസിനെല്ലാം മാർസൂപ്പിയൻ ഡെവലപ്പ് ചെയ്തു എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം ഏതോ ഒരു മാർസൂപ്പിയം ഉണ്ടായിരുന്ന ഒരു കോമൺ ആൻസിസ്റ്ററിൽ നിന്നും പല സ്ഥലങ്ങളിലേക്ക്, പല ഹാബിറ്റാറ്റുകളിലേക്ക് അവ ജീവിതം ആരംഭിച്ചപ്പോൾ അവയ്ക്ക് എല്ലാത്തിനും മാർസൂപ്പിയൻ ഡെവലപ്പ് ചെയ്തിട്ടുണ്ടായിരുന്നു. A number of marsupials, each different from the other, evolved from an ancestral stock, but all within the Australian island continent. എല്ലാവർക്കും ഈ ആസ്ട്രേലിയൻ ഐലൻഡ് കോണ്ടിനെന്റിൽ നിന്നുമാണ് ഇവ എന്ത് ചെയ്തത്? പല ഹാബിറ്റാറ്റുകളിൽ ജീവിക്കാനായിട്ട് മാറി മാറിപ്പോയത്. അപ്പൊ ഇവയുടെ എല്ലാത്തിൻ്റെയും കോമൺ ഫീച്ചറാണ് മാർസൂപ്പിയൽസ് എന്ന് പറയുന്നത്, മാർസൂപ്പിയം എന്ന് പറയുന്നത്. ഇനി അതുപോലെ അഡാപ്റ്റീവ് റേഡിയേഷന്റെ മറ്റൊരു എക്സാമ്പിൾ ആണ് പ്ലാസെന്റൽ മാമൽസ് ഇൻ ഓസ്ട്രേലിയ. ഓസ്ട്രേലിയയിലെ പ്ലാസെന്റൽ മാമൽസ്. പ്ലാസെന്റ എന്ന് പറയുമ്പോൾ എന്താണെന്ന് നിങ്ങൾ പഠിച്ചിട്ടുണ്ടല്ലോ. അതായത് കുഞ്ഞിനെ അമ്മയുമായിട്ട് ബന്ധിപ്പിക്കുന്ന, യൂട്രസുമായിട്ട് ബന്ധിപ്പിക്കുന്ന സ്ട്രക്ചർ പ്ലാസെന്റ. പ്ലാസെന്റ വഴിയാണ് കുഞ്ഞിനാവശ്യമായിട്ടുള്ള ഫുഡും കാര്യങ്ങളും ഒക്കെ അമ്മയിൽ നിന്നും കിട്ടുന്നത്. അതുപോലെ തന്നെ കുഞ്ഞിന്റെ ശരീരത്തിൽ ഉണ്ടാകുന്ന വേസ്റ്റുകളും മറ്റുമൊക്കെ അമ്മയുടെ ശരീരത്തിലേക്ക് മാറ്റപ്പെടുന്നതും പ്ലാസെന്റ എന്ന് പറയുന്ന സ്ട്രക്ചർ വഴിയാണ്. അപ്പൊ ഈ പ്ലാസെന്റ എന്ന് പറയുന്ന സ്ട്രക്ചറും ഈ പറഞ്ഞതുപോലെ ഈ അനിമൽസിന് ഡെവലപ്പ് ചെയ്തിട്ടുണ്ടായിരുന്നു. നേരത്തെ നമ്മൾ മാർസൂപ്പിയൽസിൽ കണ്ട അനിമൽസ് ആണ് മാർസൂപ്പിയൽ മോൾ. അപ്പൊ മാർസൂപ്പിയൽ മോൾ എന്ന അനിമലിന് മാർസൂപ്പിയൻ ഡെവലപ്പ് ചെയ്തതിനൊപ്പം തന്നെ ഇവയില് പ്ലാസെന്റയും ഡെവലപ്പ് ചെയ്തു. അതുപോലെ നംബാറ്റ് അല്ലെങ്കിൽ ആന്റീറ്റർ എന്ന് പറയുന്ന അനിമൽ, അതേ അനിമലിന് തന്നെ എന്തും ഡെവലപ്പ് ചെയ്തിട്ടുണ്ടായിരുന്നു? പ്ലാസെന്റയും ഡെവലപ്പ് ചെയ്തിട്ടുണ്ട്.
മാർസൂപ്പിയൽ മൗസ്, അതുപോലെ പ്ലാസന്റൽ മൗസ്. അപ്പോൾ ഇതിന് മാർസൂപ്പിയം ഡെവലപ്പ് ചെയ്തു, പ്ലാസന്റയും ഡെവലപ്പ് ചെയ്തു. സ്പോട്ടഡ് കസ്കസ്, അതിൻ്റെ പ്ലാസന്റ് അനിമൽ സമാനതകളുള്ള പ്ലാസന്റൽ മാമലാണ് ലിമർ. ഫ്ലൈയിങ് ഫലാഞ്ചർ, അതിൻ്റെ സമാനതകളുള്ള പ്ലാസന്റൽ മാമലാണ് ഫ്ലൈയിങ് സ്ക്വിറൽ. ടാസ്മേനിയൻ ടൈഗർ കാറ്റ്, സമാനതകളുള്ള പ്ലാസന്റൽ മാമലാണ് ബോബ് കാറ്റ്. ടാസ്മേനിയൻ വൂൾഫ്, സമാനതകളുള്ള പ്ലാസന്റൽ മാമലാണ് വൂൾഫ്. ഈ അനിമൽസിനെല്ലാം ഒരേ സമയത്ത് 2 ക്യാരക്ടേഴ്സ് ഡെവലപ്പ് ചെയ്തു, മാർസൂപ്പിയവും പ്ലാസന്റയും. അതായത് ഒരേ സമയത്ത് 2 അഡാപ്റ്റീവ് റേഡിയേഷൻസ് നടന്നു ഈ അനിമൽസിൽ. പ്ലാസന്റയിൽ ഡെവലപ്മെന്റിന്റെ ഒരു അഡാപ്റ്റീവ് റേഡിയേഷൻ, അതുപോലെ തന്നെ മാർസൂപ്പിയത്തിന്റെ മറ്റൊരു അഡാപ്റ്റീവ് റേഡിയേഷൻ. Placental mammals in Australia also exhibit adaptive radiation. They appear to be similar to corresponding marsupials. Example, placental wolf and Tasmanian wolf. അപ്പോൾ ഇത് തങ്ങളിൽ പരസ്പരം സാമ്യതകളുള്ള അനിമൽസ് ആണ്. In this example, more than one adaptive radiation appeared to have occurred in different habitats or isolated geographical area. അപ്പോൾ ഒന്നിലധികം അഡാപ്റ്റീവ് റേഡിയേഷൻസ് ഇവയിൽ സംഭവിച്ചു ഉണ്ടായി, ഡിഫറൻറ്റ് ഹാബിറ്റാറ്റോ ഐസൊലേറ്റഡ് ജിയോഗ്രഫിക്കൽ ഏരിയ. ഇപ്പോൾ ഡിഫറൻറ്റ് ഹാബിറ്റാറ്റിൽ അല്ലെങ്കിൽ ഡിഫറൻറ്റ് ജിയോഗ്രഫിക്കൽ ഏരിയയിൽ ഒരേ സമയത്ത് ഇവയ്ക്കെല്ലാം ഈ 2 ഫീച്ചറും ഡെവലപ്പ് ചെയ്തു. മാർസൂപ്പിയവും ഡെവലപ്പ് ചെയ്തു, അതുപോലെ തന്നെ പ്ലാസന്റയും ഡെവലപ്പ് ചെയ്തു. സോ ഇറ്റ് ഈസ് കാൾഡ് കൺവേർജന്റ് എവല്യൂഷൻ. അപ്പോൾ ഈ എവല്യൂഷനെ നമുക്ക് എന്ത് പേരിൽ വിളിക്കാം? കൺവേർജന്റ് എവല്യൂഷൻ എന്ന് വിളിക്കാം. കാരണം ഇവയ്ക്കെല്ലാം ഒരു കോമൺ ആൻസിസ്റ്റർ ഉണ്ടായിരിക്കും എന്നുള്ള ഒരു ചിന്തയിലേക്ക് നമ്മളെ നയിക്കുകയാണ്. പ്ലാസന്റ ഉള്ള ഒരു കോമൺ ആൻസിസ്റ്ററിൽ നിന്നാണ് ഈ അനിമൽസ് എല്ലാം ഉണ്ടായത്. മാർസൂപ്പിയം ഉള്ള ഒരു കോമൺ അനിമലിൽ നിന്നാണ് ബാക്കി അനിമൽസ് എല്ലാം ഉണ്ടായത്. അതുകൊണ്ട് ഇത് എന്തിനെ സൂചിപ്പിക്കുന്നു? കൺവേർജന്റ് എവല്യൂഷനെ സൂചിപ്പിക്കുന്നു. അല്ലെങ്കിൽ ഇവയ്ക്കെല്ലാം ഒരു കോമൺ ആൻസിസ്റ്റർ ഉണ്ട് എന്നുള്ള ചിന്തയിലേക്ക് നമ്മൾ നയിക്കുന്നു, കൺവേർജ് ചെയ്യപ്പെടുന്നു. സോ ഇറ്റ് ഈസ് കാൾഡ് കൺവേർജന്റ് എവല്യൂഷൻ. അടുത്തതായിട്ട് നമുക്ക് ബയോളജിക്കൽ എവല്യൂഷനെ കുറിച്ച് ഡിസ്കസ് ചെയ്യാം. റിലേഷൻ ബിറ്റ്വീൻ റേറ്റ് ഓഫ് എവല്യൂഷൻ ആൻഡ് ലൈഫ് സ്പാൻ. ഇപ്പം ജീവികളുടെ ജീവിത ദൈർഘ്യവും എവല്യൂഷൻ്റെ റേറ്റും, എവല്യൂഷൻ സംഭവിക്കുന്നതിൻ്റെ നിരക്കും തങ്ങളിൽ എന്തെങ്കിലും ബന്ധമുണ്ടോ? പരിശോധിക്കാം. ദ എസൻസ് ഓഫ് ഡാർവീനിയൻ തിയറി അബൌട്ട് എവല്യൂഷൻ ഈസ് നാച്ചുറൽ സെലക്ഷൻ. മനസ്സിലാക്കിയതാണ് നമ്മൾ. ഡാർവിൻ്റെ തിയറിയുടെ അന്തസത്ത എന്ന് പറയുന്നത് നാച്ചുറൽ സെലക്ഷനാണ്, പ്രകൃതി നിർദ്ധാരണമാണ്. The rate of appearance of new forms is linked to the lifespan of particular organisms. ഇപ്പോൾ ഒരു ഓർഗാനിസത്തിന് എവല്യൂഷൻ സംഭവിക്കുന്നതിൻ്റെ റേറ്റ്, നിരക്ക് എന്ന് പറയുന്നത് ആ ജീവിയുടെ ജീവിത ദൈർഘ്യത്തിനനുസരിച്ച് വ്യത്യാസപ്പെടുന്നു എന്നുള്ളതാണ്. ഉദാഹരണം പറയുകയാണെങ്കിൽ മൈക്രോ ഓർഗാനിസംസ്, ബാക്ടീരിയ പോലെയുള്ള മൈക്രോ ഓർഗാനിസംസ് ഓരോ 20 മിനിറ്റിലും ഡിവൈഡ് ചെയ്യുന്ന ഓർഗാനിസംസ് ആണ്. വളരെ ചുരുങ്ങിയ സമയമാണ് അതിൻ്റെ ലൈഫ് സ്പാൻ എന്ന് പറയുന്നത്. മൈക്രോബ്സ് ദാറ്റ് ഡിവൈഡ് ഫാസ്റ്റ് ഹാവ് ദ എബിലിറ്റി ടു മൾട്ടിപ്ലൈ ആൻഡ് ബിക്കം മില്യൺസ് ഓഫ് ഇൻഡിവിജ്വൽസ് വിത്തിൻ അവേഴ്സ്. ഒരു മണിക്കൂർ കൊണ്ട് മില്യൺസ് ഓഫ് ഇൻഡിവിജ്വൽസ് ആണ് ഉണ്ടാകുന്നത്. അപ്പോൾ അവരെ സംബന്ധിച്ചിടത്തോളം അവയുടെ ലൈഫ് സ്പാൻ വളരെ കുറവാണ്. സോ ഇൻ മൈക്രോബ്സ് വേരിയേഷൻ ഇൻ പോപ്പുലേഷൻ ഹാപ്പൻ വിത്തിൻ അവേഴ്സ്. അപ്പോൾ മണിക്കൂറുകൾ കൊണ്ട് അവയിൽ എവല്യൂഷൻ നടക്കാം, വേരിയേഷൻ ഉണ്ടാകാം. നേരത്തെ നമ്മൾ മൈക്രോബ്സിൻ്റെ ആൻറ്റിബയോട്ടിക് റെസിസ്റ്റൻസിനെ കുറിച്ച് പറഞ്ഞത് ഓർക്കുന്നുണ്ടാകും. അപ്പോൾ ഇവയ്ക്ക് ഇത്തരം ഫീച്ചേഴ്സ് അവയ്ക്ക് കിട്ടുന്നത് വളരെ ചുരുങ്ങിയ സമയം കൊണ്ടായിരിക്കാം. എന്നാൽ ലൈഫ് സ്പാൻ കൂടിയ അനിമൽസിനെ സംബന്ധിച്ചോ, ഫോർ എക്സാമ്പിൾ ഒരു ഫിഷിലായാലോ ഒരു ഫൗളിലായാലോ അവയുടെ ലൈഫ് സ്പാൻ എന്ന് പറയുന്നത് വർഷങ്ങളാണ്, ഇയേഴ്സാണ്. അപ്പോൾ അവയിൽ ഒരു എവല്യൂഷൻ സംഭവിക്കാൻ, ഒരു ചെറിയ ഒരു സ്മാൾ ചേഞ്ച് സംഭവിക്കുന്നത് ചിലപ്പോൾ മില്യൺസ് ഓഫ് ഇയേഴ്സ് ഉണ്ടായിരിക്കും. ഫോർ ദ സെയിം തിങ് ടു ഹാപ്പൻ ഇൻ എ ഫിഷ് ഓർ ഫൗൾ വുഡ് ടേക്ക് മില്യൺസ് ഓഫ് ഇയേഴ്സ്. ആസ് ലൈഫ് സ്പാൻ ഓഫ് ദീസ് ആനിമൽസ് ആർ ഇൻ ഇയേഴ്സ്. അവയുടെ ലൈഫ് സ്പാൻ വർഷങ്ങളിലാണ് കണക്കാക്കുന്നത്. അതുകൊണ്ട് അവയ്ക്ക്
എന്തെങ്കിലും ഒരു എവല്യൂഷണറി ചേഞ്ച് ഉണ്ടാകുന്നത് വർഷങ്ങൾ, മില്യൺസ് ഓഫ് ഇയേഴ്സ് എടുത്തുകൊണ്ടായിരിക്കാം. എന്നാൽ മൈക്രോ ഓർഗാനിസത്തിനെ സംബന്ധിച്ചിടത്തോളം അവയുടെ ലൈഫ് സ്പാൻ വളരെ കുറച്ച് സമയമേ ഉള്ളൂ. അതുകൊണ്ട് അവയിലുണ്ടാകുന്ന എവല്യൂഷൻ്റെ റേറ്റ് എന്ന് പറയുന്നത് വളരെ പെട്ടെന്നായിരിക്കും. എവല്യൂഷൻ തിയറിയെക്കുറിച്ച് പറയുമ്പോൾ രണ്ട് കാര്യങ്ങൾ, ബ്രാഞ്ചിങ് ഡിസെൻറ്റ് ആൻഡ് നാച്ചുറൽ സെലക്ഷൻ ആർ ദ ടു കീ കൺസെപ്റ്റ് ഓഫ് ഡാർവീനിയൻ തിയറി ഓഫ് എവല്യൂഷൻ. ഇപ്പോൾ ഡാർവിൻ എവല്യൂഷൻ്റെ അടിസ്ഥാനമായിട്ട് പറഞ്ഞ രണ്ട് കാര്യങ്ങൾ, ഒന്ന് ബ്രാഞ്ചിങ് ഡിസെൻറ്റ്. എന്താ ബ്രാഞ്ചിങ് ഡിസെൻറ്റ് എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്? നേരത്തെ നമ്മൾ പറഞ്ഞ അഡാപ്റ്റീവ് റേഡിയേഷനെ പോലെയുള്ള ഫിനോമിനൻ തന്നെ. ഒരു കോമൺ ആയിട്ടുള്ള ഒരു ആൻസിസ്റ്ററിൽ നിന്നും ബ്രാഞ്ച് ചെയ്ത് പോവുക, ഡൈവേർട്ട് ചെയ്ത് ഡിഫറൻറ്റ് ജിയോഗ്രഫിക്കൽ ഏരിയാസിൽ ജീവിക്കുന്ന അനിമൽസിന് ഡിഫറൻറ്റ് അഡാപ്റ്റേഷൻസ് ഡെവലപ്പ് ചെയ്യുക. അപ്പോൾ അത് എവല്യൂഷൻ്റെ കാരണമാണ്. അതുപോലെ തന്നെ നാച്ചുറൽ സെലക്ഷൻ, പ്രകൃതി നിർദ്ധാരണം, പ്രകൃതിക്ക് അനുകൂലമായിട്ടുള്ള വേരിയേഷൻസ് സംഭവിക്കുക. ഇത് രണ്ടും ഡാർവീനിയൻ തിയറിയെ സംബന്ധിച്ചിടത്തോളം ഡാർവീനിയൻ തിയറിയുടെ കീ കൺസെപ്റ്റാണ് ബ്രാഞ്ചിങ് ഡിസെൻറ്റും നാച്ചുറൽ സെലക്ഷനും. എവല്യൂഷനുമായി ബന്ധപ്പെട്ട് നമ്മൾ ആദ്യമായിട്ടൊരു തിയറി മുന്നോട്ട് വെച്ച ഒരു സയൻറ്റിസ്റ്റാണ് ലാമാർക്ക് എന്ന് പറയുന്ന സയൻറ്റിസ്റ്റ്, ജെയിൻ ബാപ്റ്റിസ്റ്റ് ലാമാർക്ക് എന്ന് പറയുന്ന സയൻറ്റിസ്റ്റ്. അദ്ദേഹത്തിൻ്റെ തിയറിയാണ് യൂസ് ആൻഡ് ഡിസ്യൂസ് ഓഫ് ഓർഗൻസ്, യൂസ് ആൻഡ് ഡിസ്യൂസ് തിയറി ഓഫ് ഇൻഹെറിറ്റൻസ് ഓഫ് അക്വയേർഡ് ക്യാരക്ടേഴ്സ്. നമ്മളൊരു ജീവിത കാലയളവിൽ നേടിയെടുക്കുന്ന സ്വഭാവ സവിശേഷതകൾ അത് അടുത്ത ജനറേഷനിലേക്ക് കൈമാറ്റം ചെയ്യപ്പെടുക എന്ന് പറയുന്നത് ലാമാർക്കിൻ്റെ യൂസ് ആൻഡ് ഡിസ്യൂസ് തിയറി പറയുന്ന കാര്യമാണ്. എ ഫ്രഞ്ച് നാച്ചുറലിസ്റ്റ് ലാമാർക്ക് ഹാഡ് സെഡ് ദാറ്റ് എവല്യൂഷൻ ഓഫ് ലൈഫ് ഫോംസ് ഹാഡ് ഒക്കേർഡ് ഡ്രിവൺ ബൈ യൂസ് ആൻഡ് ഡിസ്യൂസ് ഓഫ് ഓർഗൻസ്. ഏതെങ്കിലും ഒരു ഓർഗൻ നമ്മൾ ജീവിച്ചിരിക്കുന്ന കാലയളവിൽ കൂടുതലായിട്ട് ഉപയോഗിക്കുന്നുവെങ്കിൽ ആ ഓർഗൻ നന്നായിട്ട് ഡെവലപ്പ് ചെയ്യുമെന്നും ഏതെങ്കിലും ഒരു ഓർഗൻ ഉപയോഗിക്കുന്നില്ല എന്നുണ്ടെങ്കിൽ ആ ഓർഗൻ കാലക്രമേണ ശോഷിച്ച് ഇല്ലാതാകുമെന്നുള്ളതാണ് അദ്ദേഹത്തിൻ്റെ തിയറിയിൽ പറയുന്നത്. അപ്പോൾ അതിന് അദ്ദേഹം എക്സാമ്പിളായിട്ട് പറഞ്ഞതാണ് ജിറാഫ്. ജിറാഫിൻ്റെ ലോങ് നെക്ക്, നീളമുള്ള കഴുത്തിനുള്ള റീസൺ. ജിറാഫ് ആദ്യ കാലഘട്ടത്തിൽ ജിറാഫുകൾക്കെല്ലാം വളരെ നീളം കുറഞ്ഞ ഷോർട്ട് നെക്കുള്ള ജിറാഫുകളായിരുന്നു ഉണ്ടായിരുന്നതെന്നും കാലക്രമേണ അവയുടെ നീളം കൂടിയ കഴുത്തുകളുള്ളവയായിട്ട് മാറി എന്നുള്ളതാണ്. അപ്പോൾ അതിനുള്ള റീസൺ എന്ന് പറയുന്നത് ജിറാഫുകൾ തറയിലുള്ള പുൽവർഗ്ഗങ്ങളും മറ്റുമൊക്കെ തിന്നാണ് അവ ജീവിച്ചിരുന്നത്. അപ്പോൾ അവയുടെ എണ്ണം ക്രമാതീതമായിട്ട് ഭൂമിയിൽ കൂടിയപ്പോൾ തറയിലുള്ള പുൽവർഗ്ഗങ്ങളുടെ എണ്ണം അല്ലെങ്കിൽ അവയുടെ അളവ് കാലക്രമേണ കുറഞ്ഞു. അപ്പോൾ അങ്ങനെ വന്നപ്പോഴത്തേക്കും ഫുഡിൻ്റെ സ്കേഴ്സിറ്റി ഉണ്ടായി. അപ്പോൾ ഫുഡിൻ്റെ സ്കേഴ്സിറ്റി ഉണ്ടായപ്പോൾ സ്വാഭാവികമായിട്ടും അവ കഴുത്ത് സ്ട്രെച്ച് ചെയ്തിട്ട് ഉയരമുള്ള മരങ്ങളിലുള്ള ഇലകളും മറ്റുമൊക്കെ തിന്നാനുള്ള പരിശ്രമം നടത്തി. അപ്പോൾ അങ്ങനെ നടത്തിയപ്പോൾ കാലക്രമേണ കഴുത്ത് സ്ട്രെച്ച് ചെയ്ത് പുതിയതായിട്ടുണ്ടായ ജിറാഫുകൾക്കെല്ലാം കഴുത്തിന് നീളം കൂടിയ ജിറാഫുകൾ ഉണ്ടായെന്ന്. ഓരോ ജനറേഷൻ കഴിഞ്ഞപ്പോഴത്തേക്കും കഴുത്തിന് നീളം കൂടിയ ജിറാഫുകൾ ഉണ്ടായി ഇന്ന് ഈ കാണുന്ന വളരെ നീളമുള്ള കഴുത്തുകളുള്ള ജിറാഫ് ഉണ്ടായി എന്നുള്ളതായിരുന്നു ലാമാർക്കിൻ്റെ തിയറി. He gave the examples of giraffe who in an attempt to forage leaves means leaves തിന്നാൻ വേണ്ടി കഴുത്ത് സ്ട്രെച്ച് ചെയ്യുക, on tall trees had to adapt by elongation of their necks. അപ്പം അങ്ങനെ അവർക്ക് ലോങ് നെക്ക് അവയിൽ ഡെവലപ്പ് ചെയ്തു എന്നുള്ളതാണ് ലാമാർക്കിൻ്റെ തിയറി പറയുന്നത്. As they passed on this acquired character of elongated neck to succeeding generations. അപ്പോൾ ഈ ഒരു ഇലോങ്ങേറ്റഡ് നെക്ക് എന്ന് പറയുന്ന ഒരു ക്യാരക്ടർ തുടർന്ന് വന്ന ജനറേഷനിലേക്ക് അവ കൈമാറ്റം ചെയ്യപ്പെടുകയും ജിറാഫ് സ്ലോലി ഓവർ ദ ഇയേഴ്സ്, വർഷങ്ങൾ കഴിഞ്ഞപ്പോൾ കെയിം ടു അക്വയർ ലോങ് നെക്സ്, നീളമുള്ള കഴുത്തുള്ള ജിറാഫുകളായിട്ട് മാറി എന്നുള്ളതാണ് ലാമാർക്കിൻ്റെ തിയറി പറയുന്നത്. എന്തായാലും ഈ ഒരു തിയറി നോബഡി ബിലീവ്സ് ദിസ് തിയറി എനിമോർ. ശാസ്ത്രീയമായിട്ട് അടിത്തറ ഒന്നും ഇല്ല, തെളിയിക്കാനും സാധിച്ചില്ല, വിശ്വസനീയവുമല്ലാത്ത തിയറി ആയതുകൊണ്ട് ആരും ഇപ്പോൾ ഇത് വിശ്വസിക്കുന്നുമില്ല. ഇങ്ങനെയാണ് ലോങ് നെക്കുള്ള ജിറാഫ് ഉണ്ടായി എന്നുള്ള വസ്തുത വിശ്വസിക്കുന്നില്ല. ഇനി നമ്മുടെ ഡാർവീനിയൻ തിയറിയെക്കുറിച്ച് മനസ്സിലാക്കുമ്പോൾ നമുക്ക് ഓർമ്മിക്കേണ്ട മറ്റൊരു സയൻറ്റിസ്റ്റാണ് തോമസ് മാൽത്യൂസ് എന്ന് പറയുന്ന സയൻറ്റിസ്റ്റ്. ഡാർവിൻ വളരെയധികം ഇൻഫ്ലുവൻസ് ചെയ്തതാണ് അദ്ദേഹത്തിൻ്റെ മാൽത്യൂസിയൻ തിയറി. മാൽത്യൂസിയൻ തിയറി അനുസരിച്ച് അദ്ദേഹത്തിൻ്റെ
തോമസ് മാൽത്യൂസ് എന്ന് പറയുന്ന അദ്ദേഹത്തിന് ഒരു പോപ്പുലേഷൻ സയൻറ്റിസ്റ്റ് ആയിരുന്നു. അപ്പോൾ അദ്ദേഹത്തിൻ്റെ തിയറി അനുസരിച്ചിട്ട് പോപ്പുലേഷൻ്റെ എണ്ണം, ജീവി വർഗത്തിൻ്റെ എണ്ണം ഭൂമിയിൽ കൂടുന്നതിൻ്റെ റേറ്റ് ഒരു ജോമെട്രിക്കൽ പ്രൊപ്പഗേഷൻ റേറ്റിലാണ്. അതായത് 2, 4, 6, 8, 16 എന്നുള്ള ക്രമത്തിലാണ്. 2 ഓർഗാനിസം 4 ഓർഗാനിസം ആകുന്നു, അത് പിന്നെ 6 ആകുന്നു, പിന്നെ 8 ആകുന്നു, പിന്നെ 16 എണ്ണമാകുന്നു. അങ്ങനെ ഓരോ പോപ്പുലേഷൻ്റെയും എണ്ണം കൂടുന്നത് ഈ ലെവലിലാണ്, ജോമെട്രിക്കൽ പ്രൊപ്പഗേഷൻ റേറ്റിലാണ് ഈ എണ്ണം കൂടുന്നത്. വേറാസ് ദ മീൻസ് ഓഫ് ഫുഡ് സപ്ലൈ ഇൻക്രീസസ് ഓൺലി ഇൻ അരിത്തമെറ്റിക്കൽ റേറ്റ്. അപ്പോൾ അരിത്തമെറ്റിക്കൽ പ്രോഗ്രഷൻ റേറ്റിലാണ് ഫുഡ് സപ്ലൈ കൂടുന്നത്. അപ്പോൾ ജീവികളുടെ എണ്ണം കൂടുന്ന റേറ്റ് ജോമെട്രിക്കൽ റേറ്റിലും, എന്നാൽ ആ ജീവികൾക്ക് ആവശ്യമായിട്ടുള്ള ഫുഡിൻ്റെ അളവ് കൂടുന്നതിൻ്റെ റേറ്റ് എന്ന് പറയുന്നത് അരിത്തമെറ്റിക്കൽ റേറ്റിലുമാണ്. അപ്പോൾ സ്വാഭാവികമായിട്ടും ഇതിൻ്റെ റേറ്റ് കൂടുന്നതിനനുസരിച്ച് ഫുഡ് സപ്ലൈ കൂടുന്നില്ല. തിയററ്റിക്കലി പോപ്പുലേഷൻ സൈസ് വിൽ ഗ്രോ എക്സ്പോണൻഷ്യലി ഇഫ് എവരിബഡി റീപ്രൊഡ്യൂസ്ഡ് മാക്സിമലി. അപ്പോൾ ഈ ഒരു രീതിയിൽ നമ്മൾ ചിന്തിക്കുമ്പോൾ എന്താണ്, പോപ്പുലേഷൻ സൈസ് വിൽ ഗ്രോ എക്സ്പോണൻഷ്യലി, അനിയന്ത്രിതമായിട്ട് പോപ്പുലേഷൻ സൈസ് കൂടാം, ഇഫ് എവരിബഡി റീപ്രൊഡ്യൂസ്ഡ് മാക്സിമലി. ഇപ്പോൾ ബാക്ടീരിയൽ പോപ്പുലേഷനിലൊക്കെ റീപ്രൊഡക്ഷൻ സംഭവിക്കുന്നത് പോലെ എല്ലാ പോപ്പുലേഷനിലും റീപ്രൊഡക്ഷൻ ഈ രീതിയിൽ സംഭവിക്കുകയാണെങ്കിൽ പോപ്പുലേഷൻ്റെ എണ്ണം എന്ന് പറയുന്നത് എക്സ്പോണൻഷ്യലി കൂടും. പക്ഷേ ഇനി റിയാലിറ്റിയിൽ എങ്ങനെ സംഭവിക്കുന്നുണ്ടോ? പോപ്പുലേഷൻ സൈസ് ഇൻ റിയാലിറ്റി ആർ ലിമിറ്റഡ്, മീൻസ് ദാറ്റ് ദർ ഹാഡ് ബീൻ കോമ്പറ്റീഷൻ ഫോർ റിസോഴ്സസ്. ഇപ്പോൾ റിയാലിറ്റിയിൽ അങ്ങനെ സംഭവിക്കുന്നില്ല. അവിടെ എന്താ സംഭവിക്കുക? ദർ ഹാഡ് ബീൻ കോമ്പറ്റീഷൻ ഫോർ റിസോഴ്സസ്. അപ്പോൾ ജീവികൾ തങ്ങളിൽ എന്തിനുണ്ടാകുന്നു? കോമ്പറ്റീഷൻ ഉണ്ടാകുന്നു, റിസോഴ്സസിന് വേണ്ടി കോമ്പറ്റീഷൻ ഉണ്ടാകുന്നു. അങ്ങനെ കോമ്പറ്റീഷൻ സംഭവിക്കുമ്പോൾ എന്താ, ആരാ സർവൈവ് ചെയ്യുക? ഓൺലി സം സർവൈവ്ഡ്, കുറച്ച് ഓർഗാനിസം മാത്രമേ സർവൈവ് ചെയ്യുന്നുള്ളൂ. ആൻഡ് ഗ്രൂ അറ്റ് ദ കോസ്റ്റ് ഓഫ് അതേഴ്സ് ദാറ്റ് കുഡ് നോട്ട് ഫ്ലറിഷ്. അത് ഡെവലപ്പ് ചെയ്യാൻ പറ്റാത്ത, സർവൈവ് ചെയ്യാൻ പറ്റാത്ത ജീവികൾ എന്ത് ചെയ്യുന്നു? നശിച്ചു പോവുകയും സർവൈവ് ചെയ്യാൻ പറ്റുന്ന ജീവികൾ സർവൈവ് ചെയ്യുകയും ചെയ്യുന്നു. അപ്പോൾ എന്തുകൊണ്ടാണ് കുറച്ച് ജീവികൾക്ക് സർവൈവ് ചെയ്യാൻ പറ്റുന്നതും കുറച്ച് പേർക്ക് പറ്റാത്തതും? ഡാർവിൻ സെഡ് ദാറ്റ് വേരിയേഷൻസ്. അപ്പോൾ അതിനുള്ള പ്രധാനപ്പെട്ട റീസൺ എന്താണ്? വേരിയേഷൻസ് ആണ്. ജീവികൾക്കുണ്ടാകുന്ന അനുകൂലമായിട്ടുണ്ടാകുന്ന സ്വഭാവ സവിശേഷതകളിലുണ്ടാകുന്ന വ്യതിയാനങ്ങൾ, വിച്ച് ആർ ഹെറിറ്റബിൾ. അതെന്ത് ചെയ്യും? ഒരു ജനറേഷനിൽ നിന്നും അടുത്ത ജനറേഷനിലേക്ക് കൈമാറ്റം ചെയ്യപ്പെടും. ആൻഡ് അഡാപ്റ്റഡ് ടു ഹാബിറ്റാറ്റ് ബെറ്റർ. അപ്പോൾ ആ ഹാബിറ്റാറ്റിൽ ജീവിക്കാൻ അനുകൂലമായിട്ടുള്ള വേരിയേഷൻ വിൽ റീപ്രൊഡ്യൂസ്. അവ എന്ത് ചെയ്യും? കൂടുതൽ കൂടുതൽ എണ്ണം കൂടും. ആൻഡ് ലീവ് മോർ പ്രോജനി, കൂടുതൽ ആൾക്കാരെ പ്രൊഡ്യൂസ് ചെയ്യും. ഹെൻസ് ഫോർ എ പീരീഡ് ഓഫ് ടൈം ഓവർ മെനി ജനറേഷൻസ് സർവൈവേഴ്സ് വിൽ ലീവ് മോർ പ്രോജനി. കുറേ ജനറേഷൻസ് കഴിയുമ്പോൾ കുറേ പേര് സർവൈവേഴ്സാണ്. അവർക്ക് അനുകൂലമായിട്ടുള്ള സ്വഭാവ സവിശേഷതകൾ ആ ഹാബിറ്റാറ്റിൽ ജീവിക്കാൻ ഉണ്ട്. അവ എന്ത് ചെയ്യും? ലീവ് മോർ പ്രോജനി, കൂടുതൽ കൂടുതൽ ആൾക്കാരെ പ്രൊഡ്യൂസ് ചെയ്യും. ആൻഡ് ദെയർ വുഡ് ബി എ ചേഞ്ച് ഇൻ പോപ്പുലേഷൻ ക്യാരക്ടറിസ്റ്റിക്സ്. അപ്പോൾ അങ്ങനെ വരുമ്പോൾ ആ സർവൈവേഴ്സിൻ്റെ ക്യാരക്ടേഴ്സായിട്ട് മാറും ആ പോപ്പുലേഷൻ്റെ ക്യാരക്ടേഴ്സ്. അങ്ങനെ പുതിയ ഫോംസ് അപ്പിയർ ചെയ്യും. ഹെൻസ് ന്യൂ ഫോംസ് അപ്പിയർ ടു അറൈസ്. അങ്ങനെ പുതിയ ഓർഗാനിസം ഉണ്ടാകും, അല്ലെങ്കിൽ എവല്യൂഷൻ ഉണ്ടാകും എന്ന് നമുക്ക് പറയാം. ദെൻ നെക്സ്റ്റ് നമുക്ക് മെക്കാനിസം ഓഫ് എവല്യൂഷൻ ഡിസ്കസ് ചെയ്യാം. മെക്കാനിസം ഓഫ് എവല്യൂഷനെ കുറിച്ച് പറയുമ്പോൾ നമ്മുടെ എവല്യൂഷൻ നടക്കുന്ന രീതി, ഇപ്പോൾ ഡാർവിൻ പറഞ്ഞ രീതി എന്ന് പറയുന്നത് നാച്ചുറൽ സെലക്ഷനാണ്. നാച്ചുറൽ സെലക്ഷൻ, അനുകൂലമായ ക്യാരക്ടേഴ്സുള്ള ജീവികളെ സെലക്ട് ചെയ്യുന്നു എന്നുള്ളതാണ്. അപ്പോൾ അതെങ്ങനെ സെലക്ട് ചെയ്യപ്പെടുന്നു എന്ന് കേട്ടാൽ അനുകൂലമായ വേരിയേഷൻസ് ഉള്ള ജീവികൾ സെലക്ട് ചെയ്യപ്പെടുന്നു. എന്നാൽ അതിൽ നിന്നും വ്യത്യസ്തമായിട്ടൊരു ഐഡിയ മുന്നോട്ട് വെച്ചത് പിക്ചറിൽ കാണുന്ന ഹ്യൂഗോ ഡീവ്രിസ് എന്ന് പറയുന്ന സയൻറ്റിസ്റ്റാണ്. അപ്പം അദ്ദേഹത്തിൻ്റെ ഐഡിയയിൽ മ്യൂട്ടേഷൻസ് ആണ് എവല്യൂഷൻ ഉണ്ടാകാനുള്ള കാരണം. ഹ്യൂഗോ ഡീവ്രിസ് ബേസ്ഡ് ഓൺ ഹിസ് വർക്ക് ഓൺ ഈവനിങ് പ്രൈം റോസ്, പിക്ചറിൽ കാണുന്ന ഈവനിങ് പ്രൈം റോസ് എന്ന് പറയുന്ന ചെടിയിൽ ധാരാളം മ്യൂട്ടേഷൻസ് അദ്ദേഹം ഒബ്സർവ് ചെയ്തു. അതിൽ നിന്നും അദ്ദേഹം മുന്നോട്ട് വെച്ച തിയറിയാണ് മ്യൂട്ടേഷൻ തിയറി ഓഫ് എവല്യൂഷൻ. അപ്പോൾ അദ്ദേഹം പറഞ്ഞത് ലാർജ് ഡിഫറൻസ് അറൈസിങ് സഡൻലി ഇൻ എ പോപ്പുലേഷൻ. മ്യൂട്ടേഷൻ കാരണം പോപ്പുലേഷനിൽ വളരെ പെട്ടെന്ന് മാറ്റങ്ങൾ ഉണ്ടാകുന്നുണ്ട്. ഹി ബിലീവ്ഡ് ദാറ്റ് ഇറ്റ് ഈസ് മ്യൂട്ടേഷൻ വിച്ച് കാസസ് എവല്യൂഷൻ. മ്യൂട്ടേഷനാണ് എവല്യൂഷൻ അടിസ്ഥാനം. ആൻഡ് നോട്ട് ദ മൈനർ വേരിയേഷൻസ് ദാറ്റ് ഡാർവിൻ ടാക്ട് അബൌട്ട്. ഡാർവിൻ പറഞ്ഞതുപോലെ കൊച്ചു കൊച്ചു വ്യതിയാനങ്ങൾ, വേരിയേഷൻസ് അല്ല, ചെറിയ ഹെറിറ്റബിൾ ആയിട്ടുള്ള വേരിയേഷൻസ് അല്ല മ്യൂട്ടേഷന് കാരണം.
മ്യൂട്ടേഷന് കാരണം ഉണ്ടാകുന്ന ലാർജ് മ്യൂട്ടേഷൻസ് ആണ്. വേരിയേഷൻസിന് കാരണം ലാർജ് മ്യൂട്ടേഷൻസ് ആണ്. ആ മ്യൂട്ടേഷൻസ് ആണ് എവല്യൂഷൻ ഉണ്ടാക്കുന്നതെന്നുള്ള അഭിപ്രായമായിരുന്നു ആർക്കുണ്ടായിരുന്നത്? ഹ്യൂഗോ ഡി വ്രിസിനുണ്ടായിരുന്നത്. മ്യൂട്ടേഷൻസ് ആർ റാൻഡം ആൻഡ് ഡയറക്ഷൻലെസ് വൈൽ ഡാർവീനിയൻ വേരിയേഷൻസ് ആർ സ്മാൾ ആൻഡ് ഡയറക്ഷണൽ. ഇപ്പോൾ മ്യൂട്ടേഷൻ സംഭവിച്ചിടത്തോളം അത് ആ ഒരു ഹാബിറ്റാറ്റിൽ ജീവിക്കാൻ അനുകൂലമായതാകണമെന്നില്ല, ഡയറക്ഷൻലെസ് ആണ്. പക്ഷേ ഡാർവിൻ പറയുന്ന വേരിയേഷൻസ് ആണെങ്കിൽ എന്താണ്? ആ ഹാബിറ്റാറ്റിൽ ജീവിക്കാൻ അനുകൂലമായ വേരിയേഷൻസ് ആണ്. അതുകൊണ്ടത് ഡയറക്ഷണലാണ്. എന്നാൽ മ്യൂട്ടേഷൻസ് റാൻഡമായിട്ട് സംഭവിക്കുന്നതാണ്, അതുകൊണ്ടത് ഡയറക്ഷൻലെസ് ആണ്. എവല്യൂഷൻ ഫോർ ഡാർവിൻ വാസ് ഗ്രാജുവൽ വൈൽ ഡി വ്രിസ് ബിലീവ്ഡ് മ്യൂട്ടേഷൻ കോസ്ഡ് സ്പീസിയേഷൻ ആൻഡ് ഹെൻസ് കാൾഡ് ഇറ്റ് സാൾട്ടേഷൻ. ഇപ്പോൾ സാൾട്ടേഷൻ എന്നുള്ളൊരു ടേമാണ് അവിടെ ആരുപയോഗിച്ചത്? ഡി വ്രിസ് ഉപയോഗിച്ചത്. എന്താണ് സാൾട്ടേഷൻ എന്ന് പറഞ്ഞാൽ? സിംഗിൾ സ്റ്റെപ്പ് ലാർജ് മ്യൂട്ടേഷൻ. എനിവേ മ്യൂട്ടേഷൻ ലീഡ്സ് ടു ജനറ്റിക് വേരിയേഷൻ ആൻഡ് വിച്ച് ഇൻ ടേൺ ലീഡ്സ് ടു എവല്യൂഷൻ. എന്ത് തന്നെ ആയാലും മ്യൂട്ടേഷൻസ് ജനറ്റിക് വേരിയേഷൻസ് ഉണ്ടാക്കുന്നുണ്ട്. ആ വേരിയേഷൻസ് എന്തിന് കാരണമാകുന്നു? എവല്യൂഷന് കാരണമാകുന്നു. അപ്പോൾ രണ്ട് അപ്രോച്ച് എന്നുള്ള വ്യത്യാസം മാത്രമേ ഉള്ളൂ. ഡാർവിൻ്റെ തിയറിയും ശരിയാണ്, ഡി വ്രിസിൻ്റെ തിയറിയും ശരിയാണ്. ഡാർവിൻ പറഞ്ഞത് വേരിയേഷൻസ് കാരണമാണ് എവല്യൂഷൻ ഉണ്ടാകുന്നതെന്നുള്ളത്. എന്നാൽ ഡി വ്രിസ് പറഞ്ഞത് എന്താണ്? ഈ വേരിയേഷൻസ് ഉണ്ടാക്കുന്നത് മ്യൂട്ടേഷനാണ്. രണ്ടും ശരിയല്ലേ? രണ്ടും ശരിയാണ്. അപ്പോൾ മ്യൂട്ടേഷൻ ഉണ്ടാകാനുള്ള റീസൺ ആയിട്ട് പറഞ്ഞത് എന്താണ്? സാൾട്ടേഷനാണ്. എന്താണ്? എവല്യൂഷൻ ഉണ്ടാകാനുള്ള റീസണായിട്ട് പറഞ്ഞത് എന്താണ്? സാൾട്ടേഷനാണ്. സാൾട്ടേഷൻ എന്ന് പറയുമ്പോൾ എന്താണ്? സിംഗിൾ സ്റ്റെപ്പ് ലാർജ് മ്യൂട്ടേഷനെയാണ് സാൾട്ടേഷൻ എന്ന് വിളിക്കുന്നത്. For video lessons, please subscribe TLB's biology classes. Thank you.